വാർത്തകളിലേക്ക് വിശദമായി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ. ബ്രഹ്മപുരത്ത് പുകയെരിച്ചത് സർക്കാരെന്നാണ് വിമർശനം. പുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിനാണ്. ജസ്റ്റിസ് ഗോയൽ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിമർശനം. വേണ്ടിവന്നാൽ സർക്കാരിന് 500 കോടി പിഴ ചുമത്തുമെന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകി. മനു ഭരത് വിവരങ്ങളുമായി ചേരുന്നു. മനു, ഈ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് സർക്കാരിനെതിരായിരുന്നു. ഇപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹരിത ട്രിബ്യൂണലിന്റെ ഇത് വാക്കാലുള്ള നിരീക്ഷണം മാത്രമാണ്. പക്ഷേ ഇതൊരു ഉത്തരവായി വന്നേക്കും എന്ന ആശങ്കയും ഉണ്ട്. കഴിഞ്ഞ 6-ാം തീയതി വന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ശേഷം സർക്കാർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ വെച്ചിരുന്നു. ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായതിനു ശേഷം സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് വായിച്ച കോടതി അതിൽ അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. പുവർ ഗവർണൻസ് എന്ന രീതിയിൽ കേരളത്തിൽ ഭരണം മോശമാണ് എന്ന തരത്തിൽ അത് വേണ്ടത്ര ഗൗരവമായി ഈ ബ്രഹ്മപുരം വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിൽ കോടതി ഒരു പരാമർശം നടത്തിയിരിക്കുന്നു. ഇതാണ് ഈ പ്രിൻസിപ്പൽ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതേസമയം കോടതിയിൽ പ്രിൻസിപ്പൽ ബെഞ്ചിന് മുന്നാകെ കേരളം സ്വീകരിച്ചൊരു നിലപാട്, ഇത് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് എന്ന് ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ ഹൈക്കോടതി കേസുമായി ഇതിനെ കൂട്ടിക്കുഴക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഈ പ്രിൻസിപ്പൽ ബെഞ്ച് സ്വീകരിച്ചത്. ഹൈക്കോടതിയുടെ വിധിന്യായങ്ങളിലോ മറ്റോ ഒന്നും ഇടപെടാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ സർക്കാരിനെതിരെയുള്ള കൃത്യവും രൂക്ഷവുമായ ഒരു വിമർശനങ്ങളുണ്ട്. മനു, ഇതിൽ ഈ മാലിന്യ നീക്കവും മാലിന്യ സംസ്കരണം തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. കൊച്ചി കോർപ്പറേഷനാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. ഈ സ്പെസിഫിക്കായി ഈ പരാമർശങ്ങൾ ഹരിത ട്രിബ്യൂണൽ നടത്തുന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണോ അതോ പുക ഉണ്ടായതിനു ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിലാണോ? അല്ല, കൊച്ചിയിൽ ഉണ്ടായിട്ടുള്ള ഈ അഗ്നിബാധയും അതിന്റെ തുടർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാൽ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയ തരത്തിലാണ്, അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് ആണ് എന്ന തരത്തിലാണ് ട്രിബ്യൂണൽ ഇത് സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്തിയത്. ആ ദൗത്യം നിർവഹിക്കുന്നതിൽ ആണ് വീഴ്ച പറ്റിയത്. വേണമെങ്കിൽ 500 കോടി വരെ പിഴ ഈടാക്കാവുന്ന ഒരു പിഴവാണ് സംസ്ഥാന സർക്കാരിന് പറ്റിയത് എന്ന തരത്തിലാണ് ഇതിനെ സംബന്ധിച്ച് ജസ്റ്റിസ് ഗോയൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ ഇത് ഒരു വിധിയിൽ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് ഉണ്ടായാൽ അത് സർക്കാരിനെ ഗുരുതരമായി ബാധിക്കും എന്ന കാര്യം പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണോ? അതെ. മനു, ഇതിൽ തന്നെ സർക്കാരിന് ഈ 13 ദിവസം എടുത്തു തീയണയ്ക്കാൻ. ആദ്യഘട്ടത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന നിലയിലാണ് വലിയ വിമർശനം സർക്കാരിന് നേരിടേണ്ടി വന്നത്. അതിലൂന്നി തന്നെയാണോ ഇപ്പോഴത്തെ ട്രിബ്യൂണൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളും? അല്ല, ട്രിബ്യൂണൽ ഇപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മപുരം തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് ഒരു ഹരിത ട്രിബ്യൂണൽ കേസെടുത്ത ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിൽ എന്തൊക്കെ നടപടികൾ ചെയ്തിട്ടുണ്ട്, ഇതുവരെ എന്തൊക്കെ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതിനെ സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഒക്കെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഈ റിപ്പോർട്ടിൽ സർക്കാർ വാദിച്ചത് കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നതാണ്. പക്ഷെ അതാണ് ഹരിത ട്രിബ്യൂണൽ അംഗീകരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് മുന്നിലുള്ള വഴികൾ എന്താണ്? ഇപ്പോൾ കോടതി ഒരു ഭാഗത്ത് ഇത് പരിശോധിക്കുന്നുണ്ട്. അവിടെ ഈ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കരാർ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വിവരങ്ങൾ കൂടി കോടതി തേടിയിട്ടുണ്ട്. അതിൽ കോടതി ഒരു ഭാഗത്ത് നടപടിയെടുക്കുമ്പോഴാണ് പരിസ്ഥിതി വിഷയമായതുകൊണ്ട് ഇവിടെ ഹരിത ട്രിബ്യൂണലും സമാനമായ നിലയിൽ ഈ വിഷയം പരിശോധിക്കുന്നത്. ബ്രഹ്മപുരം സർക്കാരിന് വലിയ വെല്ലുവിളിയാകും എന്ന് തന്നെയാണോ ലഭിക്കുന്ന സൂചനകൾ? സർക്കാരിന്റെ മുന്നിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സർക്കാർ ഇത് വാദിക്കുന്നത് ഒരേ വിഷയങ്ങൾ തന്നെ 2 കോടതികൾ ഒരേപോലെ പരിഗണിക്കുന്നത് നിയമപരമായി ശരിയല്ലാത്തൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു കേസ് സ്വമേധയാ എടുത്തൊരു സാഹചര്യത്തിൽ അത് ഹൈവേ ട്രിബ്യൂണൽ പരിഗണിക്കരുത് എന്നൊരു നിയമമാണ്, ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പക്ഷെ അത് കോടതി അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഹൈക്കോടതി പരാമർശിക്കുന്ന വിഷയങ്ങളല്ല
അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധിയുമായി മറികടക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇവിടെ ഉണ്ടാകില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കോടതി ഈ വിഷയം കൈകാര്യം. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് ലോ കോളേജ് അധ്യാപിക സഞ്ജു. കഴുത്തിന് പരിക്കേറ്റെന്നും അധ്യാപിക പറയുന്നു. സഞ്ജുവിനൊപ്പം ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ഇന്നലെ മണിക്കൂറുകളോളം വെള്ളം പോലും കിട്ടാതെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും ഒക്കെ. എങ്ങനെയാണ് ആ അധ്യാപിക ആ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത്? രേണുക, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ലോ കോളേജിൽ നടന്ന സംഘർഷവും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്ന SFIയുടെ പ്രതിഷേധത്തിൽ പരിക്കേറ്റ ലോ കോളേജിലെ അധ്യാപിക ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. സഞ്ജു എന്നാണ് ടീച്ചറുടെ പേര്. എന്താണ് ഇന്നലെ ശരിക്കും അവിടെ സംഭവിച്ചത്? നമ്മൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 24th ആയിരുന്നു ഇലക്ഷൻ നോട്ടിഫൈ ചെയ്ത ഡേറ്റ്. നോട്ടിഫൈ ചെയ്ത പിറ്റേ ദിവസം മുതൽ തന്നെ അവിടെ SFI KSU സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പരാതി തന്ന പ്രകാരം ഞങ്ങൾ അത് CCTV ക്യാമറയിൽ വിഷ്വൽസ് ഉണ്ടോയെന്ന് ഡയറക്റ്റായിട്ട് പരിശോധിച്ചപ്പോൾ KSUവിൻ്റെ കൊടിയും ബാനറും നശിപ്പിക്കുന്ന കംപ്ലീറ്റ് വിഷ്വൽസും ഞങ്ങൾക്ക് ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് കിട്ടിയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് സസ്പെൻഷൻ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. മറ്റേവരുടെ പരാതി SFIക്കാരും KSUവിനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് മാക്സിമം CCTV വിഷ്വൽസിൽ നിന്ന് നോക്കിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം ബ്ലർഡായിട്ട് വിഷ്വൽസ് ഒന്നും നമുക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് വിഷ്വൽസ് മാത്രം വെച്ചിട്ട് നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ സസ്പെൻഷൻ ആഫ്റ്റർ എൻക്വയറി കമ്മിറ്റിക്ക് പ്രിൻസിപ്പൽ സ്റ്റാഫ് കൗൺസിൽ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലനിൽക്കവേ SFIയുടെ പ്രഷറൈസ്ഡ് ഡിമാൻഡായിരുന്നു ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ വേണമെന്ന്. നമുക്ക് ഒരു കാരണവശാലും ഒരു കുട്ടിക്കെതിരെ തെളിവില്ലാതെ നമുക്ക് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ഇല്ലീഗലാകും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടായാൽ മാത്രമേ ചെയ്യാൻ അത് പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്കിങ്ങനെ പ്രഷറിന് ഈൽഡ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗെരാവോ ചെയ്തു. നിയർലി ഫ്രം 12:30 ടു നൈറ്റ് 11:30 വരെ കണ്ടിന്യൂസ് ഗെരാവിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ കുട്ടികളല്ലേ കുറച്ച് കഴിഞ്ഞ് അവർ എണീറ്റ് പോകുമെന്നുള്ള നിലയ്ക്ക് നിയർലി 11 o'clock വരെ ഞങ്ങൾ വളരെ പേഷ്യൻ്റായിട്ട് ബെയർ ചെയ്തു. ഈവൻ CI ഓഫ് പോലീസും SI പോലീസൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു വീട്ടിൽ പോകണമെങ്കിൽ അവർ പ്രൊട്ടക്ഷൻ തരാം, ഞങ്ങളൊരു പെർമിഷൻ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുക്കുമ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാണാൻ ഞങ്ങളെ കാരണം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്തിരുന്നേ. കുറച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ഇലക്ട്രിസിറ്റി സ്വിച്ച് കട്ട് ഓഫ് ചെയ്തു. രണ്ടോ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കട്ട് ഓഫ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് സഫക്കേഷൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ലൈറ്റ് ഓൺ ചെയ്യണം. അവർ പറഞ്ഞു യാതൊരു കാരണവശാലും ചെയ്തു തരത്തില്ല. രണ്ടാമത് എനിക്കൊന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്നെ പുറത്തേക്ക് വേണമെന്ന്. അവർ ഭയങ്കരമായിട്ട് ബാരക്കേഡ് പോലെ തടയുമായിരുന്നു. തടഞ്ഞ് എനിക്ക് പ്രഷർ കൂടിയപ്പോൾ എനിക്ക് പുറത്തേക്ക് ഓടണമെന്നുള്ളൊരു ഫീൽ വന്നു. ഞാനങ്ങനെ പോയി എൻ്റെ കൈ വലിച്ച് ഇവിടെ എൻ്റെ കയ്യിൽ വളയും പൊട്ടി ഇവിടെ ഫുൾ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ഇങ്ങനെ വന്നിരുന്നു. നല്ല വേദനയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് സിനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. എക്സ്റേയും സ്കാനിങ് റിപ്പോർട്ടിലും എനിക്കിവിടെ ഒരു ക്ഷതമേറ്റതായിട്ടാണ് കാണുന്നത്. ഈ കോളേജിൽ ഉണ്ടായിരുന്ന SFIയുടെ പ്രവർത്തകർ, അതായത് ആ കുട്ടികൾ കോളേജിലെ തന്നെ കുട്ടികളാണോ മാഡത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്? ഇതിനകത്ത് ഞങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ഔട്ട്സൈഡേഴ്സും കയറിയിട്ടുണ്ടായിരുന്നു. ആ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സംഭവം ഞങ്ങളെ ഘെരാവ് ചെയ്യുന്നത്. ഈ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിൻ്റെ ഒരു തുടർ നടപടി? ഞങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഫർദർ കമ്മ്യൂണിക്കേഷനൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എല്ലാ ടീച്ചേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡിങ് ദ പ്രിൻസിപ്പൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ ഇന്ന് 11 o'clock സ്റ്റാഫ് മീറ്റിംഗ് കൂടിയ പ്രകാരം അവർക്ക് എന്ത് ആക്ഷൻ എടുക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ കമ്മ്യൂണിക്കേറ്റഡ് അല്ല. സാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട്? പോലീസിൽ ഇന്നലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫ് കൗൺസിലിൻ്റെ പ്രിൻസിപ്പൾ പരാതിപ്പെട്ടിരുന്നു. ഇന്ന് മ്യൂസിയം CI അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അവരിങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ഈ ടീച്ചർമാരുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഒരു സമരം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ലോ കോളേജിൽ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അപ്പോൾ ആ പ്രതിഷേധമൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പല സംഘടനയിലുള്ള ടീച്ചേഴ്സാണ്. സംഘടന ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും
എല്ലാവരും അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം സ്റ്റുഡൻസിനെ ഞങ്ങൾ സ്റ്റുഡൻസായിട്ട് മാത്രമാണ് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങളുടെ ഫ്രണ്ടിൽ SFIയോ KSUയോ വേറൊരു പാർട്ടി ഞങ്ങളുടെ ഫ്രണ്ടിലില്ല. ഇതിനു മുന്നേയും KSUവിനെതിരെ ഒരു പ്രശ്നം വന്നപ്പം പോലും ഞങ്ങൾ ആക്ഷൻ എടുത്തവരാണ്. ഈവൻ ഞാനൊക്കെ എൻക്വയറി കമ്മിറ്റി ഇരിക്കുമ്പം മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്നതാണ് കുട്ടികൾക്കെതിരെ. അല്ലാതെ SFI KSU എന്നുള്ളൊരു ലേബലല്ല ഞങ്ങൾ കുട്ടികളെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഹോൾ ടീച്ചേഴ്സ് അഗ്രീവ്ഡ് ആണ്. കുട്ടികൾ ഇങ്ങനെ ടീച്ചേഴ്സിനെതിരെ കയറുന്നത് പോലും അത് ശരിയായിട്ടുള്ള നടപടിയല്ല. രേണുക, അത് തന്നെയാണ് സഞ്ജു ടീച്ചറും നമ്മളോട് പറയുന്നത്. എന്തായാലും പരിക്കേറ്റ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ്. ഈ തനിക്കുണ്ടായ ദുരനുഭവം ന്യൂസ് 18നോട് പങ്കുവെക്കുകയായിരുന്നു ടീച്ചർ. ശരി, എന്തായാലും ഐശ്വര്യ, ടീച്ചർ പോലീസിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പരാതിക്ക് പോകുന്നുണ്ടോ? ഇവർ ആദ്യഘട്ടത്തിൽ ടീച്ചർ തന്നെ സൂചിപ്പിച്ചു തങ്ങളുടേതായ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് കുറേയധികം ക്ഷമിച്ചതിന് ശേഷമാണ് പോലീസിനെ ഇടപെടാൻ പോലും അനുവദിച്ചതെന്ന്. ഇനിയിപ്പോൾ ഈ അധ്യാപികയുടെ നീക്കം എന്താണ്? ഒപ്പം ഈ കറണ്ട് പോയ സമയത്ത് ഈ അധ്യാപികയ്ക്ക് മാത്രമാണോ ഇങ്ങനെയൊരു ആക്രമണം നേരിടേണ്ടി വന്നത്? രേണുക, നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഈ കറണ്ട് പോയ സമയത്ത് ഇങ്ങനെ ഒരു സഫക്കേഷൻ ഉണ്ടായപ്പോഴാണ് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് മറ്റു ടീച്ചർമാർക്കും ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? എനിക്ക് സഫക്കേഷൻ തോന്നാൻ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഓൾറെഡി ഞാൻ ഒരാഴ്ച കൊണ്ട് സുഖമില്ലായിരുന്നു. ഞാൻ ആ സുഖമില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ ചൂട് കൂടിയതും എനിക്ക് എയർ സപ്ലൈ കിട്ടാത്തതുപോലെ തോന്നി. അപ്പം ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു, ലൈറ്റ് ഓൺ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവർ അഡമൻ്റ് ആയിരുന്നു, അവർ ചെയ്യത്തില്ല എന്ന് അഡമൻ്റായിട്ട് പറയുകയും പിന്നീട് ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തേക്ക് വേണം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ അതും ചെയ്തിട്ടില്ല, അവർ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യായിരുന്നു. മറ്റ് അധ്യാപകർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? അതിനുള്ള ഒരു സമയം ഉണ്ടായില്ല. ആക്ച്വലി എനിക്കെതിരെ വന്നപ്പോഴത്തേക്കും തന്നെ എല്ലാ ടീച്ചേഴ്സും അഗ്രീവ്ഡായി, ഹോൾ സിറ്റുവേഷൻ വേഴ്സായി. അപ്പോൾ നേരെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പിന്നെ തയ്യാറെടുപ്പായിരുന്നു. എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ അവരെന്നെ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ വേറെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി, അതായത് ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു പ്രിൻസിപ്പൽ നേരിട്ട് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ടീച്ചർ വ്യക്തിപരമായി ഈ വിദ്യാർത്ഥികൾക്കെതിരെ, തനിക്കെതിരെ ഈ ഒരു സംഭവം ഉണ്ടായല്ലോ, ആ വിദ്യാർത്ഥികൾക്കെതിരെയും മറ്റ് പുറത്തു നിന്ന് വന്ന SFI പ്രവർത്തകർക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള പരാതി ടീച്ചർ നേരിട്ട് പോലീസിന് നൽകിയിട്ടുണ്ടോ? ഞാൻ പോലീസ് നൽകാനായിട്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. അന്നേരം തന്നെ എനിക്ക് ഈ മീഡിയാസ് കംപ്ലീറ്റ് എന്നെ കവർ ചെയ്യായിരുന്നു. ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ മെയിൽ സെൻഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. രേണുക, അതുതന്നെയാണ് ടീച്ചർ പറയുന്നത്. പോലീസിന് പരാതി നൽകും എന്നുള്ള കാര്യത്തിൽ ടീച്ചർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും മറ്റ് അധ്യാപകർക്ക് നേരെയൊന്നും ആ ഒരു സമയം, അല്ലെങ്കിൽ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആദ്യം സഞ്ജു ടീച്ചർക്ക് നേരെ ഒരു ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ടീച്ചർമാരെല്ലാം ഒറ്റക്കെട്ടായി അവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ടീച്ചർമാരെല്ലാം പുറത്തേക്ക് പോവുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രേണുക, ശരി. ഐശ്വര്യ അനിലാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വളരെ മോശം അനുഭവമാണ് ലോ കോളേജ് അധ്യാപകർക്കും പ്രിൻസിപ്പലിനും ഉൾപ്പെടെ നേരിടേണ്ടി വന്നത്. ഇടവേള. എന്താ ഡോക്ടർമാരെ തന്റെ ചികിത്സ നന്നാക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചു. സ്വസ്ഥമായി ആക്രമിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസത്തോടെ ചികിത്സ നൽകുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഇത് രോഗികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കാരണം ഭയന്ന് ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് രോഗികളെ കൃത്യമായി ചികിത്സിക്കാൻ കഴിയില്ല. അതൊരു ഡിഫെൻസീവ് മെഡിസിനിലേക്ക് തള്ളിവിടും. അത് രോഗികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ സമരം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ രോഗികൾക്കെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരമല്ല. നമുക്ക് ആശുപത്രികൾ ഒരു സംരക്ഷിത മേഖലകളാകണം. കൃത്യമായ ചികിത്സ നൽകുവാനുള്ള സംവിധാനങ്ങൾ സ്വതന്ത്രമായിട്ട് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ചികിത്സിക്കുവാനുള്ള രീതികൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുള്ളതാണ് ഈ സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ശക്തമായ സമരം. ഞങ്ങളുടെ ഡിമാൻഡുകൾ വളരെ കൃത്യമാണ്. ഈ പ്രതിയെ പിടിക്കാതിരിക്കുക, അല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തുടർ നടപടികൾ കേരളത്തിലെ എല്ലാ ഡോക്ടർമാരുമായിട്ടും കേരളത്തിന്റെ എല്ലാ വിഭാഗങ്ങളുമായി ഡോക്ടർമാരുമായിട്ടും ആലോചിച്ച് യുക്തമായ നടപടികൾ സ്വീകരിക്കും.
ഞാൻ വന്നിപ്പോൾ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ഇവിടെ OP ടിക്കറ്റ് അല്ല, OP ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റിന് പോയില്ല. OP ടിക്കറ്റ് കിട്ടിയില്ല, ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട്. IMAയുടെ സമരം എന്നാണ് പറയുന്നത്. അവർ ബഹിഷ്കരിച്ചു, OP ബഹിഷ്കരിച്ചു. ഇന്നലെയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു എമർജൻസിയിൽ വന്നതാണ്. കണ്ടില്ല. ഞങ്ങൾ 27-ാം തീയതി വന്ന് എക്കോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് ഈ 17-ാം തീയതിക്ക് ഡേറ്റ് എന്നതാണ്. ഞങ്ങൾ ചണ്ണപ്പട്ടം മണക്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുക. ഞങ്ങൾക്ക് ഇന്നും ഇപ്പം ഡേറ്റ് തന്നിരിക്കും. ഇനി പിന്നെ 31-ാം തീയതിക്ക് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് 4 മണി മുതൽ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തതാണ്. സമരം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ 31-ാം തീയതി വരാനാണോ പറഞ്ഞത്? പാന്ന് ഓപ്പറേഷനില്ല, 2 മാസം കഴിഞ്ഞ് എക്കോ എടുത്ത് പരിശോധിച്ചാൽ മതിയോ? ECG നോർമൽ അല്ല, അതുകൊണ്ട് എക്കോ എടുക്കാം. വെളിയിൽ നിന്ന് എക്കോ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞപ്പോൾ അവർ പറയും അത് ഇവിടെ സ്വീകരിക്കത്തില്ല എന്ന് പറയും. ഇനി അടുത്ത 31 വരെ വെയിറ്റ് ചെയ്യാമല്ല. എന്ത് ചെയ്യാം? 10-80 കിലോമീറ്റർ അകലെ നിന്ന് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്യുവാണ് എക്കോ എടുക്കാൻ വേണ്ടി. രാവിലെ 9 മണിക്ക് ഇവിടെ വരണ്ടേ, അപ്പോൾ ഇവിടെ എത്തിച്ചേരത്തില്ല. അതുകൊണ്ടാണ് തലേന്നേ വന്ന് കണ്ണപ്പേട്ട ആയൂർ, അഞ്ചലിൽ, പുല്ലൂർ ആ ഭാഗം. വൈകുന്നേരം 6 വരെയാണ് സമരം. ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന സാഹചര്യമാണ്. നഗരത്തിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും ഹോസ്പിറ്റലുകളിൽ രോഗികൾ വലയുന്ന സാഹചര്യമാണ്. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ സമരം മൂലം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് ഉള്ള സമരം തുടരുകയാണ്. കോഴിക്കോട് ഡോക്ടറെ മർദ്ദിച്ച കേസിൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാത്രവുമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം. ഡോക്ടർമാരെ തല്ലി ചികിത്സ നന്നാക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചു. സ്വസ്ഥമായി ആക്രമിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസത്തോടെ ചികിത്സ നൽകുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഇത് രോഗികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കാരണം ഭയന്ന് ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് രോഗികളെ കൃത്യം. വാർത്തകൾ തുടരുന്നു. വ്യക്തിപരമായും കുടുംബത്തിനെതിരെയും വരുന്ന ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരോപണങ്ങൾ കേൾക്കാനും അറിയാനും സ്വീകരിക്കാനും നിശ്ചയിക്കാനും എല്ലാം ജനത്തിന് അവകാശമുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ 4 പാട് നിന്നും ആക്രമിക്കപ്പെട്ടിട്ടും ജനം കൃത്യമായ മറുപടി നൽകി. ജനങ്ങളിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതില്ലെങ്കിൽ മാത്രമേ ബേജാറാകേണ്ട കാര്യമുള്ളൂവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് റിയാസ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ചില കാര്യങ്ങളിൽ താങ്കൾ സെലക്റ്റീവ് ആവുന്നുണ്ട് ഈയിടെയായിട്ട്. കാരണം താങ്കളെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിക്കാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നു. അത് വേണ്ട, ഞാൻ അക്കാര്യങ്ങൾ പറയില്ല എന്ന് താങ്കൾ ഒരു ദൃഢമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണെന്ന് തോന്നിപ്പോവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ താങ്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ചാണ്. ഒന്നും പറയുന്നില്ല. ഈ ലൈഫ് മിഷൻ കേസ് ആകട്ടെ, അതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളാകട്ടെ, അതിൽ താങ്കൾ മിണ്ടണ്ട എന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഞാൻ പൊതുവേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശക്തമായി കാര്യങ്ങൾ പറയണം, നല്ല ഭാഷയിൽ മറ്റുള്ളവരെ ഒരു തരത്തിലും വ്യക്തിപരമായി ആക്രമിക്കാതെ പറയണമെന്ന് അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന. ചിലപ്പോൾ ചെറുപ്പത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു നിലയാവില്ല. നമ്മൾ ഘട്ടം ഘട്ടമായി വരുമ്പോൾ അനുഭവങ്ങളിൽ നമ്മൾ രാഷ്ട്രീയത്തെ കാണുകയാണല്ലോ. അങ്ങനെ കാണുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുമ്പോൾ ഗൗരവമായ രാഷ്ട്രീയ പ്രവർത്തനം, ആ നിലയിൽ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നമുക്ക് പറയാനും നേരിടാനും മുന്നോട്ട് പോകാനും സാധിക്കണം. മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ട് അത് ജനത്തിന് ആരോപണങ്ങൾ കേൾക്കാൻ, അറിയാൻ, സ്വീകരിക്കാൻ, നിശ്ചയിക്കാൻ ഒക്കെ അവകാശമുണ്ട്. നമ്മളതിലൊന്നും ഭയപ്പെടേണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോരുത്തരെന്താണ്, ഓരോരുത്തരെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ നിലയിൽ അന്ന് സ്ഥാനാർത്ഥിയാണ് 4 ഭാഗം ചുറ്റി അടിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനം ഇതിന് മറുപടി നൽകും.
പൊതുവെ കേരളത്തിൽ ഇതാണ്. അതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ പിന്നീട് വന്നു. അപ്പോൾ അല്ല, ഞാൻ ചോദിച്ചത് അതിനേക്കാൾ താങ്കൾ ഇത് മിണ്ടേണ്ട. ഇങ്ങനെ വരുന്ന ആരോപണങ്ങൾ, ക്ലിഫ് ഹൗസിന് നേരെ വരുന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ വരുന്ന ആരോപണങ്ങളോട് വേണ്ട, എനിക്കതിൽ പങ്കാളിത്തമില്ല, അല്ലെങ്കിൽ ഞാനിത് മിണ്ടേണ്ട, ഞാൻ മിണ്ടിയാൽ ഇത് കൂടുതൽ വഷളാകും എന്നൊരു ദൃഢമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണോ താങ്കൾ? ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ഇത് കാണാനുള്ള, മനസ്സിലാക്കാനുള്ള, തിരിച്ചറിയാനൊക്കെ ഉള്ള കഴിവ് അവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? എന്തുകൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്ന് ആരെങ്ങളോട് പറഞ്ഞു? എത്രയോ ആളുകൾ. അല്ല, താങ്കളെ VT ബൽറാം എന്ന മുൻ MLA ആക്ഷേപിച്ചത് ഒരു പരിധി വിട്ടുള്ള ആക്ഷേപമായിരുന്നു. അത്തരം ഒരു കാര്യത്തിൽ പോലും വേണ്ട, പറഞ്ഞോട്ടെ എന്ന് അത്തരം ഒരു വിശാല ഹൃദയനാണോ ശ്രീ മുഹമ്മദ് റിയാസ്? ജനങ്ങളുടെ വിശ്വാസമുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ഇല്ലാത്ത ഒരു സ്ഥിതിയാണെങ്കിൽ ആകെ ബേജാറാവുക. ജനങ്ങൾ നല്ല വിശ്വാസമുണ്ട്. മുഹമ്മദ് റിയാസുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം റിയാസിന്റെ മാനേജ്മെന്റ് ഇന്ന് രാത്രി 8-ന് കാണാം. PMA സലാം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയേക്കും. ഇന്ന് ചേർന്ന യോഗത്തിൽ 13 ജില്ലാ കമ്മിറ്റികളും സലാമിന്റെ പേര് നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി MK മുനീറിനെയാണ് നിർദ്ദേശിച്ചത്. നാളെ കോഴിക്കോടാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ യോഗം നടക്കുക. വിവരങ്ങളുമായി CB അനുമോദാണ് ചേരുന്നത്. അനുമോദ്, മുനീറിന്റെ സാധ്യതകൾ പൂർണ്ണമായും അവസാനിക്കുകയാണോ? ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിഭാഗവും PMA സലാമിനൊപ്പമാണല്ലോ. ഇന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. നാളെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഇന്നത്തെ യോഗം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെ നിർദ്ദേശിക്കണം എന്ന കാര്യത്തിൽ ഒരു ഐക്യകണ്ഠേന ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും കൂടിയാണ് ഇന്നത്തെ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ 13 ജില്ലാ കമ്മിറ്റികളും PMA സലാമിനെയാണ് നിർദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന വിവരം. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പക്ഷേ MK മുനീറിന്റെ പേരാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ വേണം, അത് MK മുനീർ ആകണമെന്നാണ് അവരുടെ താല്പര്യമെന്ന് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ഒപ്പം തന്നെ MK മുനീറിനെ അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ MK മുനീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകണമെന്ന അഭിപ്രായമാണ് KM ഷാജിയും യൂത്ത് ലീഗ് നേതാവായ PM സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും സംസ്ഥാന നേതൃത്വത്തിനും മുന്നിൽ വെച്ചത്. എന്താണെങ്കിലും ഈ ഒരു MK മുനീറോ PMA സലാമോ ആരാകും എന്ന ജനറൽ സെക്രട്ടറി എന്ന ഒരു അനിശ്ചിതത്വം അതിന് ഏകദേശം ഒരു ധാരണയാവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. PMA സലാം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെയാണ് കോഴിക്കോട് സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ലേഡീസ് ബാൻഡിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം അതിഥിയിലേക്ക്. അതിന് ഡിഫൻസീവ് മെഡിസിനിലേക്ക് തള്ളിവിടും. അത് രോഗികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ സമരം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ രോഗികൾക്കെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരമല്ല. നമുക്ക് ആശുപത്രികൾ ഒരു സംരക്ഷിത മേഖലകളാകണം. കൃത്യമായ ചികിത്സ നൽകുവാനുള്ള സംവിധാനങ്ങൾ സ്വതന്ത്രമായിട്ട് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ചികിത്സിക്കുവാനുള്ള രീതികൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുള്ളതാണ് ഈ സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ശക്തമായ സമരം. ഞങ്ങളുടെ ഡിമാൻഡുകൾ വളരെ കൃത്യമാണ്. ഈ പ്രതിയെ പിടിക്കാതിരിക്കുക അല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തുടർ നടപടികൾ കേരളത്തിലെ എല്ലാ ഡോക്ടർമാരുമായിട്ടും കേരളത്തിന്റെ എല്ലാ വിഭാഗങ്ങളുമായ ഡോക്ടർമാരുമായിട്ടും ആലോചിച്ച് യുക്തമായ നടപടികൾ സ്വീകരിക്കും. ഞാൻ വന്നിപ്പോൾ ഒരു 10 മിനിറ്റ് ആയുള്ളൂ. ഇവിടെ OP ടിക്കറ്റ് OP ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റിന് പോയില്ല. OP ടിക്കറ്റ് കിട്ടിയില്ല, ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട്. IMAയുടെ സമരം എന്നാണ് പറയുന്നത്. അവർ ബഹിഷ്കരിച്ചു, OP ബഹിഷ്കരിച്ചു. ഇന്നലെയൊക്കെ പത്രത്തിലുണ്ടായിരുന്നു, പക്ഷെ നമ്മളൊരു എമർജൻസിയിൽ വന്നതാണ്. കണ്ടിട്ട് ഞങ്ങൾ 27-ാം തീയതി വന്ന് എക്കോ എടുക്കാൻ വേണ്ടി പറഞ്ഞ് ഈ 17-ാം തീയതിക്ക് ഡേറ്റ് എന്നതാണ്. ഞങ്ങൾ ചണ്ണപ്പട്ടം മണക്കോടെന്ന സ്ഥലത്തുനിന്ന് വരുക. ഞങ്ങൾക്ക് ഇന്നും ഇപ്പം ഡേറ്റ് തന്നിരിക്കും. ഇനി 31-ാം തീയതിക്ക് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് 4 മണി മുതൽ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തതാണ്. സമരം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ 31-ാം തീയതി വരാനാണോ പറഞ്ഞത്? ഓപ്പറേഷനില്ല, 2 മാസം കഴിഞ്ഞ് എക്കോ എടുത്ത് പരിശോധിച്ചാൽ മതിയോ? ECG നോർമൽ അല്ല, അതുകൊണ്ട് എക്കോ എടുക്കാം. വെളിയിൽ നിന്ന് എക്കോ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞപ്പോൾ അവർ പറയും അത് ഇവിടെ സ്വീകരിക്കത്തില്ല എന്ന് പറയും. ഇനി അടുത്ത 31 വരെ വെയിറ്റ് ചെയ്യാമല്ല. എന്താ 10-80 കിലോമീറ്റർ അകലെ നിന്ന് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്യുവാണ് എക്കോ എടുക്കാൻ വേണ്ടി. രാവിലെ 9 മണിക്ക് ഇവിടെ വരണ്ടേ, അപ്പോൾ ഇവിടെ എത്തിച്ചേരത്തില്ല. അതുകൊണ്ട് തലേന്നേ വന്ന് സ്റ്റേ കണ്ണപ്പേട്ട ആയൂർ, അഞ്ചൽ, പുല്ലൂർ ആ ഭാഗം.
വൈകുന്നേരം 6 വരെയാണ് സമരം. ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന സാഹചര്യമാണ്. നഗരത്തിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും ഹോസ്പിറ്റലുകളിൽ രോഗികൾ വലയുന്ന സാഹചര്യമാണ്. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ സമരം മൂലം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് ഉള്ള സമരം തുടരുകയാണ്. കോഴിക്കോട് ഡോക്ടറെ മർദ്ദിച്ച കേസിൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മാത്രവുമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം. ഡോക്ടർമാരെ തല്ലി ചികിത്സ നന്നാക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചു. സ്വസ്ഥമായി ആക്രമിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസത്തോടെ ചികിത്സ നൽകുവാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഇത് രോഗികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കാരണം ഭയന്ന് ആക്രമിക്കപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് രോഗികളെ കൃത്യമായി ചികിത്സിക്കാൻ കഴിയില്ല. അതൊരു ഡിഫെൻസീവ് മെഡിസിനിലേക്ക് തള്ളിവിടും. അത് രോഗികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ സമരം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ രോഗികൾക്കെതിരെയുള്ള സർക്കാരിനെതിരെയുള്ള സമരമല്ല. നമുക്ക് ആശുപത്രികൾ ഒരു സംരക്ഷിത മേഖലകളാകണം. കൃത്യമായ ചികിത്സ വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ സ്ത്രീകൾ കൂടുതൽ വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമെന്ന് രാഷ്ട്രപതി. സ്ത്രീ ശാക്തീകരണത്തിന് ലോകത്തിന് തന്നെ മാതൃകയാണ് കുടുംബശ്രീ. രാജ്യത്ത് വിവിധ മേഖലയിൽ ആദ്യ നേട്ടം കൈവരിച്ച സ്ത്രീകൾ കേരളത്തിൽ നിന്നാണ്. നാഞ്ചിയമ്മയ്ക്ക് ദേശീയ അവാർഡ് നൽകാനുള്ള ഭാഗ്യമുണ്ടായെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകിയ പൗരസ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഷ്ട്രപതി. കുടുംബശ്രീയുടെ 25ാമത് വാർഷികത്തിന് ഭാഗമായ CDS അംഗങ്ങൾ എഴുതുന്ന കുടുംബശ്രീ ചരിത്രമായ രചനയുടെ ലോഗോയും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. രാജ്യം പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയുടെ 3ാം പതിപ്പിനെ ഞങ്ങൾ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത്. റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ രാജ്യത്തിന്റെ പ്രൗഢിയും അഭിമാനവുമായ വ്യക്തിത്വങ്ങളെ ഇക്കുറി ഞങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നു. രാജ്യത്തൊരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച അസാധാരണമായ നേട്ടങ്ങൾക്കൊപ്പം അസാധാരണമായ ചില സാധാരണക്കാരുടെ കഥകൾ കൂടിയായിരിക്കും ഇത്. കാലാവസ്ഥാ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുന്നവർ മുതൽ നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നവർ വരെയുള്ള വലിയൊരു നിര വ്യക്തിത്വങ്ങളാണ് ഇവർ. ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ടർമാർ ഇവരുടെ നേർചിത്രവുമായി വരും നാളുകളിൽ എത്തും. As trees are being cut around the world, tucked away in Musabani block of East Singhbhum, Jharkhand, is one woman who is determined that this fate will not befall her beloved forest. At first glance, she looks like an ordinary village woman, but supported by over 40 other women from the village, she has protected and preserved the 250 acres of forest around her village for the past 13 years and is determined to carry on the tradition. Kandoni Soren, also known as the warrior of the jungle, and a group of 40 women armed with traditional weapons regularly patrol the forest to ensure that their environmental heritage remains far from the clutches of the greedy timber mafia. 2010 से हम लोग शुरुआत किए, एक टीम बनाए और हम लोग का पेड़ पौधे बचाने का एक मुहिम चला है. रास्ते में तो बहुत तरह तरह की दिक्कत और चुनौती का सामना करना पड़ता है. It is not an easy task to balance household chores with preservation efforts, but this has never stopped her. Kandoni ensures that basic food is made available to her team on patrols while they fulfill their water needs from natural sources. Apart from this, she has also been instrumental in the plantation of over 10,000 trees. Today, she is training the younger generation to take over the mantle, which is as enthused and determined to preserve their heritage like their elders. People like Kandoni Soren ensure that short-sighted
and selfish greed do not win, and we leave a better world for the future generations to come. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.